ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വാപ്പയാണ് ഉമ്മയാണെങ്കിൽ മക്കൾ ചൂഷണത്തിന്റെ ഏറ്റവും അങ്ങേയറ്റ തലവന്മാരായി മാറുമെന്നതിൽ ഒരു സന്ദേഹവുമില്ല. ചൂഷണം ചെയ്ത് ജീവിക്കാൻ പാടില്ല, ചൂഷണപരമായിട്ടൊന്നും പറ്റാൻ പാടില്ല. മക്കള് നന്നാകണമെന്ന് കൊതിക്കുന്ന വാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, കഴിവിന്റെ പരമാവധി, കഴിവിന്റെ അങ്ങേ അറ്റത്തെ ശ്രമത്തോടുകൂടെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാക്കി മാറ്റാനുള്ള ശ്രമം വേണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് കിട്ടിയ ലാഭം 1000, അത് നാളെയാകുമ്പോഴേക്ക് 1100 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വന്ന് വാങ്ങാൻ ആളുകൾ എമ്പാടുമുണ്ട്. ഒന്ന് കൊടുത്തിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി. മറ്റന്നാളാകുമ്പോഴേക്ക് 1100 1200 അല്ലേ? വർദ്ധിച്ചു പോകും. വാങ്ങാൻ ആളുണ്ട്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ആ മിച്ചമെടുത്തിട്ടാണോ റിലീഫിനും കല്യാണത്തിനും സാധുക്കളെ സഹായിക്കാനും എല്ലാ സംഗതികൾക്കും കൊടുക്കേണ്ടത്? മക്കളെ തീറ്റിപ്പോറ്റാനും അതാണോ കൊടുക്കേണ്ടത്? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ വളർന്നുണ്ടായത് നരകമാണതിനോട് കൂടുതൽ കണക്ഷൻ ചെയ്തിരിക്കുന്നത്, സ്വർഗമല്ല. ഒരൊറ്റ ചൊളക്കാരക്ക വായിലേക്കൊന്നിട്ട് ചവച്ചപ്പോഴേക്ക് ചെറിയ കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയല്ലേ, മുറ്റത്ത് കൂട്ടിയിരിക്കുന്ന വീടിന്റെ ഒരു ഭാഗത്ത് കൂട്ടിയിരിക്കുന്ന കാരക്ക കൂമ്പാരത്തിൽ നിന്ന് സാധുക്കൾക്ക് വിതരണം ചെയ്യാനുള്ള സക്കാത്തിന്റെ സ്വത്താണത്. 8 വിഭാഗത്തിന് കൊടുക്കാനുള്ള സക്കാത്തിന്റെ സ്വത്തിൽ നിന്ന് ഒരു ചൊള കാരക്ക എടുത്ത് വായിലിട്ടൊന്ന് കുറിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് കവിളിന്റെ ഇരുഭാഗങ്ങളും പിടിച്ചിട്ട് കഹ് കഹ്, തുപ്പുമോനെ, തുപ്പിക്കളയണം. തുപ്പിക്കളഞ്ഞിട്ട് മുഴുവനും പുറത്തേക്ക് തള്ളിയിട്ട് തങ്ങൾ പറഞ്ഞു, അമാ തഅലമു അന്നാ ലാ നഅകുലു സ്വദഖാ. അറിയില്ലയോ മോനെ, നമ്മൾ ഈ സക്കാത്ത് ഭക്ഷിക്കാൻ പാടില്ലാത്തവരാണ്. ഇത് നമുക്ക് അനുവദനീയമായതല്ല. ഇത് പറയുന്നത് ആരോടാണ്? മുക്കല്ലഫായ ഒരു വ്യക്തിയോടാണോ? അല്ല, ചെറിയ കുട്ടിയോടാണ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ 1 വയസ്സിന്റെ വ്യത്യാസമുള്ള ജ്യേഷ്ഠനും അനുജനും കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കളിക്കടയിൽ ഒരു ചൊളക്കാരൊക്കെ എടുത്തൊന്ന് വായിലിട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിപ്പോയി, നമുക്കിത് ഭക്ഷിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സർവവ്യാപകമായിട്ട് പറഞ്ഞാൽ പലരും ചിന്തിച്ചു പോകും, ഉസ്താദേ അതൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ട വിഷയമല്ല, അതൊക്കെ പണ്ട് 6-ാം നൂറ്റാണ്ടിലൊക്കെ പറയേണ്ട വിഷയമാണ്. പച്ച ഹറാമായ സംഗതികളിലൂടെ പണം സമ്പാദിക്കുന്ന ഏർപ്പാടുകൾ ധാരാളമുണ്ട്. നഊദുബില്ലാഹ്, നമ്മൾ നന്നായി സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു രൂപത്തിലും ഹറാമായ ഭാഗത്തിലൂടെ പണം പറ്റാതിരിക്കുക. നല്ല സമ്പാദ്യങ്ങൾ എത്രയോ ദുനിയാവിൽ ഇപ്പോഴുമുണ്ട്. നല്ല നല്ല കച്ചവടങ്ങളുണ്ട്, നല്ല നല്ല കൃഷികളുണ്ട്, നല്ല നല്ല ഏർപ്പാടുകളുണ്ട്. അതിലും പല ഭാഗങ്ങളിലൂടെയും ചതിപ്രയോഗങ്ങൾ വരും. നല്ല ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം, നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഇത് ആലപ്പുഴ ജില്ലയല്ലേ? ഇവിടെ ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു കമ്പനി നടത്തുന്ന ഒരു കൂട്ടുകാരൻ. പൊടിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. പൊടി ഇങ്ങനെ ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹു തആലാനെ തൗഫീഖ് കൊണ്ട് നല്ല ലാഭമാണ് എനിക്ക്. നല്ലോണം ദ്വാരം, നല്ലോണം സ്വതക്കൊക്കെ കൊടുക്കും. ഇത് തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ആ സുഹൃത്ത് ചെന്നു. ഉസ്താദ് ഒരു 2000 രൂപ എടുത്തു കൊടുത്തു, നിങ്ങൾ തുടങ്ങിക്കോളി, കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു വറക്കത്തിന്. പക്ഷെ ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കാര്യം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിൽ പോലും തകർച്ച വരില്ല. എന്താ ഉസ്താദ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും മറ്റൊക്കെ കടം വാങ്ങിക്കൊള്ളൂ, ഘട്ടം ഘട്ടമായിട്ട് വീട്ടിയാൽ മതി. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ രൂപ പോലും നിങ്ങൾ കൈപ്പറ്റരുത്. ഇപ്പൊ ഈ റബീ ലെവലിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒന്ന് കയറിയത് കാണാൻ വേണ്ടിയിട്ട്, ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഞാൻ ആ ഉസ്താദ് പറഞ്ഞ ആ നിർദ്ദേശം അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട്. എനിക്കൊരു ക്ഷീണവും അള്ളാഹു തന്നിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. കച്ചവടം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തൊക്കെ ഉണ്ട്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ചൂഷണോപാധികൾ മുഴുവനും വർജിക്കുക, ബർക്കത്ത് അള്ളാഹു തരും. ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്, വമാ ആതൈതും മിർ റിബൽ ലിയർബു ഫീ അംവാലിന്നാസ്. ജനങ്ങളെ സ്വത്ത് വികസിക്കാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശ പണം ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, അതിന് എത്രയാണെങ്കിലും വളർച്ച ഉണ്ടാകൂല. ഏതെങ്കിലും ഒരു നിലക്ക് ഇതിന് തകർച്ച വരും. ഏതെങ്കിലും ഒരു ചൂഷണമായുള്ള വിഷയം അതിലുമായി ബന്ധപ്പെട്ട് വരും. ഒരുപക്ഷെ മനസ്സ് തോന്നും, പലരും വന്ന് ക്ഷണിക്കും അതിലേക്ക്, ഇങ്ങനെ ഒന്ന് ചെയ്യുക, അതാണ് എളുപ്പമാർഗം, പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ കോടീശ്വരനാകണ്ടേ. അങ്ങനൊന്നും വേണ്ട, ഘട്ടം ഘട്ടമായിട്ട് മതി. എന്തിനാ ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെയാണ് പേര് വരാനാ? ആവശ്യങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടിയാൽ പോരെ, അതിലേ ബർക്കത്തുണ്ടാകുള്ളൂ. സമ്പത്ത് സമ്പാദിക്കുന്നത് നല്ല രൂപത്തിലാണെങ്കിൽ, ധർമ്മബോധത്തോടെയാണെങ്കിൽ ബൂരിക്കലഹൂഫി, അതിലവന് ബർക്കത്ത് നൽകപ്പെടും. അവൻ സമ്പത്ത് സ്വരൂപിക്കുന്നത് നല്ല രൂപത്തിലല്ലേ, ബർക്കത്ത് നൽകപ്പെടൂല. വകാന ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ആ സമ്പത്ത് ഖിയാമത്ത് നാളിൽ അവന് പ്രതികൂല സാക്ഷിയായിരിക്കും. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ സമ്പത്ത് സ്വരൂപിക്കുന്ന ആള് ഭക്ഷണം കഴിക്കും പക്ഷേ വയറ് നിറയൂല, അങ്ങനെയുള്ള ആളുകളെ പോലെയാണ്. ഭക്ഷണം എത്ര കഴിച്ചാലും വയറ് നിറയാത്ത ഒരു ജീവിയുണ്ട് നമ്മളെ നാട്ടിൽ, അറിയാം. അതിനാണ് കൽബ് എന്ന് പറയാ, നായ. അത് ഭക്ഷണം കഴിക്കും തോറും അതിന് വിശപ്പ് കൂടുക ചെയ്യുക. നായയുടെ വിശപ്പ് എന്നാണ് അത്തരത്തിലുള്ള സംഗതിയെ പറ്റി പറയാം. നായക്ക് വിശപ്പ് മാറൂല. എത്ര അധികം കഴിക്കുന്നോ അത്രയും അധികം വിശപ്പ് ഇങ്ങനെ കൂടി വരും. അതേപോലെയാണ് ഈ രൂപത്തിൽ സമ്പത്ത് സ്വീകരിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, നമ്മുടെ മക്കൾ നല്ല സന്താനങ്ങളാകണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്ന സമ്പാദ്യം മുതൽ ബാപ്പയും ഉമ്മയും ഉണ്ണുന്ന ഭക്ഷിക്കുന്നത് കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ഹലാലിൽ നിന്ന് തന്നെയാവണം. അപ്പോഴാണ് അതിന്റെ പരിശുദ്ധി ലഭിക്കുക, അപ്പോഴാണ് ആ രൂപത്തിലുള്ള നല്ല പവർ ലഭിക്കുക. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ, സ്വഹാബിമാർ, അവരെത്ര വലിയ സൂക്ഷ്മതയാണ് ആ വിഷയത്തിൽ കാണിച്ചത്. താബിയുകളും തബഉ താബിയുകളൊക്കെ നമ്മളിവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്വഭാവം എന്താ? എത്ര വിശന്നാലും ആര് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താലും ചോദിക്കൂ, ഇത് എവിടുന്നാണ്, ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത് ചോദിക്കൂ. മറ്റേ ആൾ, അയാൾക്ക് എവിടുന്നാ കിട്ടിയത്? അയാൾക്കോ ശരിക്കും അത് ക്ലിയർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ എന്നാ വെക്ക്, നമുക്ക് കഴിക്കുക. അല്ലേ, വേണ്ട, കൊണ്ടുപോയിക്കോ. ഇഷ്ടം പോലെ മക്കളെ മഹാനവർകളും പോറ്റിയിട്ടില്ലേ? ആ മക്കളൊക്കെ മണിമുത്തുകളായി വന്നില്ലേ? 49 മക്കളെ അള്ളാഹു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന് നൽകിയിട്ടുണ്ട്. 49 മക്കളിൽ മഹാനവറുകൾ വഫാത്താകുമ്പോൾ 14 മക്കൾ ശേഷിക്കുന്നുണ്ട്. ഒരാണും 13 ഒരു പെണ്ണും 13 ആണും. അത്രയും മക്കളെ പോറ്റി വളർത്തിയിട്ട് ദീനിന് ഖിദ്മത്തെടുക്കാൻ പറ്റുന്ന നല്ല പക്വതയിലും പാകതയിലും എത്തിച്ചതിന്റെ പിന്നിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെയും പത്നിമാരുടെയും ജീവിതത്തിലെ സൂക്ഷ്മത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉസ്താദെ പരാധീനതൊന്നും നിങ്ങളാ പറഞ്ഞുകൊണ്ടും തീരൂല. നമ്മളെ വിശ്വാസത്തിന്റെ വൈകല്യാണ്, കുറവാണ്. നേർക്ക് നേരെ ഇബാദത്ത്, അതിനാണെങ്കിൽ മുൻഗണനല്ല. എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നത് വാരി വലിച്ചിട്ട് അത് ദഹിക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എത്ര അധ്വാനിച്ചാലും എവിടെ എത്തൂല, എവിടെ എത്തിക്കാൻ കഴിയൂല.
അള്ളാഹു കണക്കാക്കിയൊരു കാലല്ലേ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ, അതിലപ്പുറം ഉണ്ടാകുമോ? ആ ഉള്ള കാലത്തുള്ള സമ്പാദ്യം അത് പരിശുദ്ധമാക്കിയെടുക്കാനുള്ള കഠിന ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോഴേ മക്കളിൽ നല്ല ഗുണം നമുക്ക് കാണാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, മക്കളെ ദാ ഒന്ന് സൈലന്റ് ആയി, കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നല്ല പൊതി തരും കേട്ടാ. ആ കുറച്ചു നേരം ഒന്ന്, നല്ല പൊന്നു മക്കളല്ലേ, കുറച്ചു നേരം. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, നിങ്ങൾ റളിയല്ലാഹുവിന് ഉറക്കെ ചൊല്ലി, നല്ല മക്കളാണൊക്കെ. ഉമർ ബിൻ ഖത്താബ്, ആ മാഷാ അല്ലാഹ്. മഹാനവറുകൾ രാത്രി ഇങ്ങനെ ഊര് ചുറ്റി നടക്കുമ്പോ കൂടെ മഹാനവറുകളുടെ സഹായിയായിട്ട് അസ്ലം എന്ന് പറയുന്ന മഹാനും കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടാകും എപ്പോഴും. രണ്ടുപേരും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ സംസാരം കേട്ടു. എല്ലാവർക്കും ചരിത്രം അറിയാലോ. ആ വീട്ടിലുള്ള ഉമ്മ മകളെ വിളിച്ചിട്ട് പറയുന്നു, മോളെ നേരം അർദ്ധരാത്രി കഴിഞ്ഞില്ലേ, ഏകദേശം പാതിരയോട് അടുക്കാനായല്ലോ, ആ പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം. എന്തിന്? രാവിലെ കൊടുക്കുന്ന നേരത്ത് കുറച്ച് ലിറ്റർ കനം കൂടാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ ചേർത്തതാവുമ്പോ ചിലപ്പം പെട്ടെന്ന് പിടികൂടിയാലോ. അപ്പൊ ജോയിന്റ് ആയിക്കോട്ടെ, കുറച്ച് പാലിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർക്കണം. മകള് പറഞ്ഞു, ഉമ്മ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമുണ്ട്, പാല് വിൽപ്പന നടത്തുന്നവർ പാലാണ് വിൽക്കേണ്ടത്, വെള്ളം ചേർത്ത പാല് വിൽക്കരുത്. വെള്ളം ചേർത്തിട്ട് പാല് കുടിക്കേണ്ടവർ കുടിച്ചോളൂ, അത് അവനാം പാല് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വിൽക്കുന്ന പാല് പാലായി വിൽക്കണം. അല്ലെങ്കിൽ വിൽക്കുന്ന ആള് പറയണം പകുതി പാലാണ് പകുതി വെള്ളമാണ്, അപ്പൊ പകുതി കാശ് കിട്ടും അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. ഇത് വെള്ളത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ വിറ്റാ ബുദ്ധിമുട്ട് തന്നെയല്ലേ? വെള്ളത്തിനൊരു വിലയില്ല, പാലിന് മാത്രമേ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെ. വെള്ളത്തെ പരിഗണിക്കണ്ടേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞാൽ മതി പകുതി പാലും പകുതി വെള്ളമാണ്, അപ്പൊ പകുതി കാശ് കിട്ടുമല്ലോ, അപ്പൊ കറക്റ്റായി. പക്ഷെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുപോകും? വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഉമ്മ പറഞ്ഞു, മോളെ നേരെത്രയായി? ഉമർ റളിയല്ലാഹുവിനൊക്കെ ഉറങ്ങിക്കാണൂലേ? മകള് പറഞ്ഞു, ഉമ്മ, ബാഹ്യതലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ ഖലീഫയായിട്ട് അനുസരിക്കുക, രഹസ്യ സ്വഭാവത്തിൽ ഉമർ റളിയല്ലാഹുവിനെ ഇനി എതിര് ചെയ്യുക, അത് ശരിയല്ലല്ലോ. ഖലീഫയുടെ നിയമം അനുസരിക്കുന്ന ആളുകളാണെങ്കിൽ പരസ്യത്തിലും അനുസരിക്കണം, രഹസ്യത്തിലും അനുസരിക്കണം. പരസ്യ ജീവിതത്തിൽ മാത്രം നമ്മളെ ഖലീഫയാണ്, നമ്മൾ അനുസരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രഹസ്യ ജീവിതത്തിലും അനുസരിക്കണ്ടേ നമ്മൾ. പിന്നെ ഉമ്മ ഒന്നും പറഞ്ഞില്ല. മകൾ അങ്ങനെ മറുപടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്ന അസ്ലം എന്ന് പറയുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, അസ്ലമേ മോനെ, ഈ വീടിന് ഒരടയാളം വെക്കണം എന്ന് പറഞ്ഞു. വീടിനൊരടയാളം വെക്കാൻ രണ്ടുപേരും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം അസ്ലം എന്ന് പറയുന്ന സഹയാത്രികനെ വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ നമ്മൾ രാത്രി സംസാരം കേട്ട വീടില്ലേ, ആ വീട്ടിലേക്കൊന്ന് പോയി വരണം. ആരൊക്കെയാണ് ആ വീട്ടിലുള്ളതൊന്ന് കണക്കെടുത്ത് വരണം. ഒരു ഉമ്മയുടെയും മകളുടെയും സംസാരമാ നമ്മൾ കേട്ടത്. ആ ഉമ്മക്ക് ഭർത്താവുണ്ടോ? ആ മകള് വിവാഹിതയാണോ? അതൊന്ന് അന്വേഷിച്ചു വരണം. അസ്ലം എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അത് അന്വേഷിച്ചു വന്നു. ഉമ്മക്ക് ഭർത്താവില്ല, ഉമ്മ വിധവയാണ്, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ സംസാരിച്ച മകളോ വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്, കല്യാണം കഴിച്ച് അയച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചു, മക്കളോട് പറഞ്ഞു, മക്കളെ, ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് അന്വേഷിച്ചു, നല്ല സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും വിവാഹം ഉദ്ദേശമെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാം. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇണകളുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാത്തു നിൽക്കൂലായിരുന്നു, അത്രയും സ്വാലിഹത്തായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു മക്കളോട് ചോദിച്ചപ്പോ ആസിം എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഉപ്പാ, ഞാൻ വിവാഹം ചെയ്തിട്ടില്ലല്ലോ, ആ കുട്ടിയെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം. ആസിം എന്ന് പറയുന്ന മകന് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. അവർക്കൊരു പെൺകുട്ടിയുണ്ടായി. ആ പെൺകുട്ടിയെ പിന്നെ കല്യാണം കഴിച്ച് അയച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ മഹാനാണ്
രാജ്യം ഭരിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബാപ്പക്കും ഉമ്മക്കും ആ പരിശുദ്ധി വന്നപ്പോ നമ്മൾ പറയാറില്ലേ, വിത്ത് ഗുണം, അതാ പറയുന്ന വാക്യത എല്ലാവരും ചിന്താവത് പറയണത്, 10 ഗുണം. ആ ഗുണമാണ് കണ്ടത്. നല്ല പത്തരമാറ്റിന്റെ പവർ, പരിശുദ്ധി ബാപ്പയിലും ഉമ്മയിലും വന്നപ്പോ പേരക്കുട്ടി നോക്ക് നിങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എത്ര വലിയ നീതിമാനായ ഭരണാധികാരിയാണ്. മഹാനവറുകൾ 2 വർഷവും ചില്ലറ മാസേ ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഭരണത്തിനിടക്ക് ചെന്നായക്കും നായക്കും ഇടയിൽ വരെ നീതി പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ഒരു കൂട്ടം മഹാന്മാർ വഴിക്ക് പോകുമ്പോ ഒരു ഭാഗത്ത് ചെന്നായ മേഞ്ഞ് തിന്നുന്നുണ്ട്, വേറൊരു ഭാഗത്ത് തൊട്ടപ്പുറത്ത് തന്നെ ആടുകളും മേഞ്ഞ് തിന്നുന്നു. ചെന്നായയെ കണ്ടിട്ട് ആട് ഓടുന്നില്ല, ആടിനെ കണ്ടിട്ട് ചെന്നായ പിന്നാലെ ഓടുന്നില്ല. വല്ലാത്ത സൗഹൃദം. അപ്പൊ ആ മഹാന്മാര് പറഞ്ഞു, ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ജനങ്ങൾക്കിടയിൽ മാത്രമല്ല നീതി പഠിപ്പിച്ചത്, സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് മാറി നിൽക്കുന്ന 2 വിഭാഗം ആളുകളാണ് ആടും ചെന്നായും. ഇവർക്കിടയിൽ വരെ സൗഹൃദവും നീതിയും പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പരിശുദ്ധിയുള്ള ഭരണം. ആ ഭരണം ഭരിച്ചത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ ബാപ്പയുടെ ബാപ്പ, ഉമ്മ, അവരൊക്കെ ഒന്ന് പരിശുദ്ധി ആലോചിച്ച് നോക്കൂ. ആ ഒരു പരിശുദ്ധിയാണ് നമ്മുടെ മക്കളുടെയും സൽസ്വഭാവത്തിനും ഗുണത്തിനും അവരുടെ മേൽക്കോയ്മക്കും പരിശുദ്ധിക്കും പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ടും അതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. മറ്റൊരു കാര്യം പറയട്ടെ, മക്കൾ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബാപ്പമാരും ഉമ്മമാരും അവരുടെ ബാപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടത്ര ഖിദ്മത്ത് ചെയ്തിരിക്കണം. ബിർറൂ ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? മക്കളിൽ നിന്ന് നല്ല അനുസരണം പ്രതീക്ഷിക്കാം. നമ്മൾ വേണ്ടതുപോലെ നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും നോക്കാതെ നമ്മളെ മക്കൾ നമ്മളെ നന്നായി അനുസരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമല്ലേ, അത് വെറുതെയാണ്. അതിൽ യാതൊരു കഴമ്പുമില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എത്ര ബഹുമാനവും സ്നേഹവും അനുസരണവും അനുകമ്പയും നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭാഗത്തിലൊക്കെ വന്നിട്ടുണ്ടോ, അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളെ മക്കളിൽ നിന്നും. അവർ നമുക്ക് ഗുണം ചെയ്യണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കേണ്ടതില്ല, സ്നേഹിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സ്നേഹിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഉമ്മാക്ക് തങ്ങൾക്ക് കൂടുതൽ ഖിദ്മത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങളെ പോറ്റി വളർത്തിയ, മുലയൂട്ടിയ മാതാക്കളും പോറ്റി വളർത്തിയ മാതാക്കളും പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ തങ്ങൾ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മക്കളുടെ അനുസരണം ചെറുതാണോ? 4 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുറെ കാലം ജീവിച്ചില്ലേ? 4 പെൺകുട്ടികൾ. എന്തായിരുന്നു അവരെ സ്നേഹവും അനുസരണവും? എത്രയായിരുന്നു അവരെ ബഹുമാനം? എങ്ങനെയായിരുന്നു അവരെ സ്നേഹം? ജനങ്ങൾ അത് അറിഞ്ഞില്ലേ, അനുഭവിച്ചില്ലേ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മാതാക്കളായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയൊരു മാതാവാണ്. തങ്ങളെ പരിചരിച്ച മറ്റൊരു ഉമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. അതുപോലെ മറ്റൊരു മാതാവാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹാ. ഒരുപാട് പരിചരണവും ശിക്ഷണവും നൽകിയ മഹദിയാണ്. ഇവരെയൊക്കെ വല്ലാതെ സ്നേഹിച്ചപ്പോ, ബഹുമാനിച്ചപ്പോ അതിന്റെ ഫലം, അതിന്റെ ഗുണഫലം മക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സന്ദർഭങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ധാരാളം പഠിക്കാം. ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ നമുക്ക് കാണാം തങ്ങളെ അനുസരിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു നോട്ടം നോക്കിയാൽ, ഒരു വിഷയം നിർദ്ദേശിച്ചാൽ അതിൽ നിന്ന് 1
ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രൂപത്തിൽ വളരെ സ്നേഹത്തോടെയല്ലേ മക്കള് ജീവിച്ചത്. പ്രയാസങ്ങൾ സഹിക്കാൻ പറഞ്ഞപ്പോ സഹിച്ചു. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വന്നിട്ട് വിഷമാവസ്ഥ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ദിക്റല്ലേ ചൊല്ലാൻ കൊടുത്തത്. എനിക്ക് ദിക്ർ പോരാന്ന് പറഞ്ഞോ സഹോദരങ്ങളെ? ആ ദിക്റല്ലേ ജീവിതത്തിന്റെ അന്ത്യം വരെ നിലനിർത്തി പോന്നത്. എനിക്ക് നിങ്ങളുടെ അടിമകളിൽ നിന്നൊരു അടിമയെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചോ? ഇല്ല. അതിനേക്കാളും നല്ലത് ദിക്റാണെങ്കിൽ ദിക്ർ മതി. എനിക്ക് അടിമ തന്നെ വേണമെന്നില്ല, എനിക്ക് സഹായിയെ തന്നെ വേണമെന്നില്ല. വലിയ സഹായം ദിക്റാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അനുസരണം പോലെ മറ്റു എല്ലാ മക്കളും അനുസരിച്ചതും സ്നേഹിച്ചതും വേറിട്ട രൂപത്തിൽ തന്നെയാണ്. സാമ്പത്തികമായിട്ട് ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് ചെറിയ ക്ഷീണം വന്നപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിക്കുന്ന ഒരു ഘട്ടമാണ്. ഹലീമ ബീവി ഇങ്ങനെ വരികയാണ്. ത്വായിഫിൽ നിന്നല്ലേ വരുന്നത് മക്കയിലേക്ക്. ഉമ്മാന്റെ വരവ് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മാനെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വല്ലാത്ത സ്നേഹത്തോടെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ ഇപ്പൊ വലിയ പ്രാരാബ്ദാണ്, ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പോയി പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹയോട്. ഉമ്മ വന്നിട്ടുണ്ട്, ഖദീജ ബീവിയുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്ത് കൊടുക്കണം തങ്ങൾ പറഞ്ഞോളൂ, എന്തും കൊടുക്കാം. എന്താ കൊടുക്കേണ്ടത്? തങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്തും കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ 20 ഒട്ടകങ്ങളും 20 ആടുകളും കൊടുക്കാം. അതും തൊലിച്ചുകൊണ്ടാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പോകുന്നത്. എന്ത് സന്തോഷമുള്ളൊരു കാഴ്ചയാ. നമ്മളെ പ്രായമുള്ള ഉമ്മ അല്ലെങ്കിൽ പ്രായമുള്ള ഉപ്പ ദാ ശരിക്കും കൂടെ ശ്രദ്ധിക്കും. ഒരാവശ്യത്തിനുമില്ല, ഒരു സന്തോഷത്തിന് കയ്യിൽ വെക്കാൻ മോനെ 1000 രൂപ തന്നേ. അപ്പൊ നമ്മളെന്താ വെക്കുന്നത്? എന്തിനാണ് 1000? നിങ്ങൾക്കെല്ലാം ഞാൻ കൊണ്ടുവരുന്നില്ലേ, എല്ലാം തരുന്നില്ലേ, അങ്ങനല്ലേ എങ്ങനല്ലേ, എന്തിനാ 1000 എന്ന് ചോദിക്കണ? ഉമ്മാക്കത് എന്തിനാ? ചീട്ട് കളിക്കാനാ? ബാപ്പക്കത് എന്തിനാ? കുടിക്കാനാ? നിങ്ങളെ കയ്യിലും ഒരു 500 1000 ഒരു കാര്യത്തിനും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമാധാനല്ലേ? എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഉപയോഗിക്കാന്നുള്ളവർക്ക്. അങ്ങനെ അവർക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. ഒന്നിനും ഉപയോഗിക്കാനല്ലതാ ഉമ്മ, അത് വെച്ചോളൂ. ഒരു സന്തോഷത്തിന് എന്താ കൊടുക്കുന്നതിന്? സന്തോഷത്തിന് കാശ് മാത്രം കൊടുക്കാൻ പാടില്ല, വേറുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാതാ. സന്തോഷത്തിന് എന്താണോ സന്തോഷത്തിന് വകുപ്പ് അതൊക്കെ കൊടുക്കാലോ. ദിർഹമും ദീനാറും അല്ലേ പഴയ കാലത്ത് കൊടുത്തിരുന്നത്? ഇപ്പത് കറൻസി അല്ലേ, കൊടുക്കണല്ലോ. കാണാൻ വേണ്ടി, ഉമ്മാനെ കാണാൻ വേണ്ടി, ഉപ്പാനെ കാണാൻ വേണ്ടി ഒക്കെ വീട്ടിലേക്ക് വരുമ്പോ, നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വാപ്പയും ഉമ്മയും വരുമ്പോ അവർക്ക് കൊടുക്കേണ്ട ഒരു ഹദിയയും കൂടിയാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞത്. ഉമ്മ ഞാൻ പോകാണ് മോനെ എന്ന് പറയുമ്പോ എന്നാ ഉമ്മ പോയിക്കോളും, വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ് പറഞ്ഞു വിട്ടാ പോരാ. ഉമ്മാന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന കൊടുക്കുക, അതൊരു സന്തോഷാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോ നിങ്ങളെ കയ്യിലേക്ക് ആരെങ്കിലും ഒരു 500 1000 തരുമ്പോ നിങ്ങളെ മനസ്സിൽ എന്തൊരു സന്തോഷമുണ്ട്. എന്നാൽ നമ്മൾ കൊടുത്തിട്ട് ഏറ്റവും വലിയ സന്തോഷം കാണേണ്ട ഒരു മേഖല ഏതാ? അത് ബാപ്പയും ഉമ്മയല്ലേ. തീർത്തും അവരിൽ നിന്നല്ലേ ഉണ്ടാകേണ്ട സന്തോഷം. അവരൊന്നുമില്ല, ഒരു അൽഹംദുലില്ലാ എന്ന് മനസ്സിരുത്തി അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി, അത് മതി. വേറെ ഒന്നും വേണ്ട, ഒരു ഹംദ് പറഞ്ഞാൽ മതി. ഒരു സന്തോഷത്തിന്റെ ഒരു മനസ്സ് അവർക്കുണ്ടായാൽ മതി. നമ്മുടെ വിജയത്തിന്റെ കാരണല്ലേ സഹോദരങ്ങളെ അതൊക്കെ. ബാപ്പാക്കും ഉമ്മാക്കും നമ്മൾ എത്തരത്തിൽ അനുസരിച്ചിട്ടുണ്ടോ, നമ്മളെ മക്കള് നമ്മളെ അനുസരിക്കും. ഹദീസ് മറക്കണ്ട, ബിർറൂ ആബാഅക്കും, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. തബിറുക്കും അബ്നാഉക്കും, ബാപ്പക്കും ഉമ്മക്കും അനുസരിക്കാതെ 2 കോടി ചെലവാക്കിയിട്ട് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചാലും മക്കൾ സാമ്പത്തികമായി മറ്റുങ്ങളെ അനുസരിക്കും എന്നുള്ള പൂതി കരുതണ്ട, ഒരാളും കരുതണ്ട. എഴുതി വെച്ചോളൂ, ഞാൻ 2 കോടി ചെലവാക്കിയിട്ടാണ് അവനെ പഠിപ്പിച്ചതെന്ന്. പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടിയാൽ പറയും ബാപ്പാ നിങ്ങൾ ഞാനെന്ന് പറയും. അപ്പൊ ബാപ്പ അങ്ങനെ ചിന്തിക്കുക, എന്താ എൻ്റെ മോൻ പറഞ്ഞത്, അവനൊന്നും ഞാനെന്നോ, ഇത്രയും കൊടുത്ത് ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലേ, ശരി, അത് നിങ്ങൾ ബാപ്പായതുകൊണ്ട് ഞാൻ മോനായതുകൊണ്ട് പഠിപ്പിച്ചല്ലേ, ശരിയാണ്. ഇപ്പൊ എനിക്ക് ഉദ്യോഗം കിട്ടി, ഞാൻ നിങ്ങൾക്ക് തരണമെന്നില്ല, തരണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തരും.
സ്നേഹമുള്ള ഒരു മകൻ അങ്ങനെ പറയൂല, ചോദിക്കാൻ കാത്തു നിൽക്കൂല. അത്രയും അനുസരണത്തോടെ സ്നേഹത്തോടെയാണോ വാപ്പാനി ഉമ്മാനി നോക്കിയത്? അവർ കയ്യിൽ കിട്ടുന്നത് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും, ശരിക്കും കൊണ്ടുവന്ന് കൊടുക്കും. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കയ്യിലൊക്കെ ആദ്യമായി കിട്ടിയ 1000 ദിർഹം, ആദ്യം കിട്ടാണ് ഒരു 1000 ദിർഹം. അത് അവിടെ കീശയിൽ ചുരുട്ടി അവിടെ വെച്ചു, ആർക്കും കൊടുത്തില്ല. വീട്ടിൽ വന്ന് കയറുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ കയ്യിൽ കുറെ കാശുണ്ടല്ലോ? ഉണ്ട്, ഉമ്മാക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നാണ്. എന്റെ സ്വന്തം കാര്യത്തിലൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നെ ഇത്രയും പഠിപ്പിച്ച് എനിക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, ഉപ്പ ചെറുപ്പത്തിൽ എന്നെ വഫാത്തായി പോയി, ഉമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്, എന്നെ പോറ്റി വളർത്തിയത്, എന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പഠിക്കാൻ വിട്ടത്, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് ഉമ്മയല്ലേ? ഉമ്മാക്ക് തരാൻ വേണ്ടിയാണ് 1000 ദിർഹം കൊണ്ടുവന്നത്. അതിനു വേണ്ടി കൊണ്ടുവന്നാണ്, ഉമ്മാക്ക് തരാൻ വേണ്ടിയിട്ട്. 1 ദിർഹം പോലും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു സ്നേഹം നമ്മുടെ മക്കളിൽ നിന്ന്, പണത്തിന്റെ വിഷയം മാത്രമല്ല, നമ്മൾ പറയാതെ കൺകുളിർമയാർന്ന അമലുകൾ അവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, സേവനങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മുടെ മക്കൾ മാറണോ? പാപ്പാനെയും ഉമ്മാനെയും നല്ലോണം പോറ്റണം, നല്ലോണം സ്നേഹിക്കണം, നല്ലോണം അനുസരിക്കണം, നല്ലോണം ഗുണം ചെയ്യണം. ബാപ്പയും ഉമ്മയും രോഗിയായി ഇങ്ങനെ കിടക്കുമ്പോ, അവർക്ക് ശുശ്രൂഷകളൊക്കെ ആവശ്യം വരുമ്പോ നമ്മളെ വക ഒരു നസീഹത്ത് അവരോട്, പ്രായമായില്ലേ, കുറച്ചൊക്കെ രോഗം ഉണ്ടാകും, നിങ്ങൾ ക്ഷമിച്ചാളി. നമ്മൾ രോഗമാകുമ്പോ മക്കളും പറയും ഇതേ അനൗൺസ്മെന്റ്, പ്രായമായില്ലേ, ക്ഷമിച്ചേക്ക്, കുറച്ച് രോഗമൊക്കെ ഉണ്ടാകും, പറയൂലേ? പറയും, അതേ അനൗൺസ്മെന്റ് പറയും. എങ്ങനെയാണോ പെരുമാറ്റം അങ്ങനെയാണ് പെരുമാറ്റം ഉണ്ടാകുക. നിവൃത്തികേട് കൊണ്ട് മുമ്പ് 4 മക്കൾ ഒരുമിച്ച് കൂടിയിട്ടൊരു ബാപ്പാനെ അടിച്ചു. അടിക്കാൻ പാടില്ലേ, പക്ഷെ അടിച്ചു. മാഷാ അല്ലാഹ്, ഇതാ അജിക്ക ദ്വാരക്കാൻ വേണ്ടി തന്നാണ്, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ നിവൃത്തികേട് കൊണ്ട് അടിച്ചിട്ട് വീട്ടിൽ നിന്ന് തള്ളിയിട്ടു. അടിക്കരുത് ട്ടാ, അത് അബദ്ധാണ്, അടിക്കാൻ പാടില്ല. കറുത്ത കണ്ണുകൊണ്ടുള്ളൊരു നോട്ടം പോലും പാടില്ല. മുന്നിലൂടെ നടക്കാൻ പോലും നമുക്ക് യോഗ്യതല്ല ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നിലൂടെ. ബാപ്പ ഉമ്മ അവര് നമ്മളോടൊപ്പം നടക്കുകയാണ്. എത്ര പ്രായത്തിൽ സാഹസികതമായി നടക്കുന്നവരാണെങ്കിലും ബാപ്പാനോട് നിങ്ങൾ വരും, ഞാൻ സ്പീഡിൽ നടക്കട്ടെ, അല്ല, ബാപ്പ നടന്ന് ആ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് പിന്നാലെ നീ നടക്കുന്ന ആ കാൽപ്പാടുകൾ പിന്തുടർന്നിട്ടുള്ള നിന്റെ നടത്തല്ലേ, എത്ര പതുക്കെയാണോ നീ പിന്നാലെ നടക്കുന്നത്, അതിനനുസരിച്ച് അള്ളാഹു നിനക്ക് തരുന്ന പവർ, നിന്റെ മക്കളിൽ അള്ളാഹു തരുന്ന ഉയർച്ച, നിനക്കത് നിർവചിക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. ഇത്ര സമയം നീ ബാപ്പയുടെ പിന്നാലെ വെച്ച് നടന്നു വന്നത് നീ ഒരു രോഗഗ്രസ്തനായിട്ടല്ല, നിന്റെ ഉപ്പയോടുള്ള ബഹുമാനം ഒന്ന് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. ആ ബഹുമാനത്തിന് അല്ലാഹു തആല വലിയ വിലയിരുത്തി നടത്തുന്നുണ്ട്. നിന്റെ മനസ്സിൽ വന്ന ആ ഒരു ബഹുമാനമില്ലേ, ആ ഒരു ബഹുമാനത്തിന് പകരം അല്ലാഹു നിനക്ക് തരുന്നത് കൺകുളിർമയാർന്ന നല്ല സന്താനങ്ങളും നിന്റെ പേരമക്കളും, നീ പറയാതെ തന്നെ നിന്നെ അനുസരിക്കാനും സ്നേഹിക്കാനും യോഗ്യന്മാരാണ്. സഹോദരങ്ങളെ, ബാപ്പയെ തല്ലിയിട്ട 4 മക്കൾ നിവർത്തികേട് കൊണ്ട് ബാപ്പയുടെ സംസാരം അവർക്ക് പൊറുക്കാത്ത കൊണ്ട് സഹിക്കാത്ത കൊണ്ട് അടിച്ചു, തള്ളിയിട്ടു. അവർ നിലത്തിട്ട് വലിക്കാൻ തുടങ്ങി. കൈ ചൂണ്ടിയിട്ട് പോലും ബാപ്പയോട് ഉമ്മയോട് സംസാരിക്കാൻ പറ്റൂല. അത് ശരി, കുരുത്തക്കേട് പൊരുത്തക്കേട് വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനൊരുപാട് തലങ്ങളുണ്ട്. വെറുപ്പിക്കാന്ന് പറഞ്ഞാല് അവരെ മനം മടുപ്പിക്കുന്ന ചീത്ത പറയാന്ന് മാത്രല്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രതിരൂപം നമ്മളിൽ നിന്നുണ്ടായാൽ മതി. അതെന്താ? ഒരു മൗനം പോലും. ദേഷ്യം പിടിച്ചിട്ടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്നറിയില്ലേ, അതടക്കം വെറുപ്പിക്കലാണ്. അവരുടെ ശബ്ദം നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ശബ്ദം ഉണ്ടാക്കി, ഒരു ഉറക്കൊരു ശബ്ദം, വലിയൊരു ശബ്ദം ഉണ്ടാക്കി, ചീത്തൊന്നും പറഞ്ഞല്ല, ഒരു ഒച്ചെണ്ണം ഉണ്ടാക്കി, അതും വെറുപ്പിക്കലാണ്. വെറുപ്പിക്കണമെങ്കിൽ നല്ലോണം ABCD കണക്കിന് ചീത്ത പറയണമെന്നില്ല, അടിച്ചിട്ട് നിലത്ത് തള്ളിയിടണമെന്നില്ല, മറ്റുള്ളവരെ മുന്നിൽ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ തലം പറഞ്ഞത്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ
ഒരു കാര്യം പറയുമ്പോൾ നിനക്കൊരു മടുപ്പ് തോന്നി, എന്നാൽ നിന്റെ പ്രതികരണം ഉമ്മ പറഞ്ഞ സത്യത്തിൽ അബദ്ധാന്ന് കൂട്ടിക്കോളും, ഉമ്മ പറഞ്ഞത് അബദ്ധാന്ന് കൂട്ടിക്കോളും. നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ശരിയാകണം. നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉമ്മാന്റെ മനസ്സിൽ വിഷമം വരുത്തുന്ന അവസ്ഥയാകരുത്. ഉമ്മ പറഞ്ഞത് തീർത്തും തെറ്റാണ്, എന്നാലും നിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയാ? വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നീ നല്ല വർത്തമാനം പറഞ്ഞ്, പിന്നെ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഉമ്മ, വളരെ പതുക്കെ ഉറക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കരുത്, അവരെ ഇരുത്തരുത് ഒരു ഭാഗത്ത്. എന്റെ മകൻ ഇങ്ങനൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ കഴിവുള്ള ആളാണെന്ന് ഉമ്മാക്ക് തോന്നിപ്പോകരുത്. ഇവൻ ഏതെങ്കിലുമൊക്കെ ഒരു കാവൽക്കാരനായി നിർത്താൻ പറ്റും. കാരണം കള്ളന്മാരൊക്കെ വന്ന് എത്ര ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ വാച്ച്മാനെ പണിയോ കൊടുക്കാൻ പറ്റും എന്ന് കരുതുന്ന രൂപത്തിൽ ശബ്ദിക്കുന്ന ആളാകരുത്. വളരെ മാന്യമായിട്ട്, വളരെ പതുക്കെ, സ്നേഹപരമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലുള്ള പ്രതികരണം, അതാ വേണ്ടത്. അടിച്ച് തള്ളിയിട്ട് നിരത്തിലൂടെ അങ്ങനെ വലിക്കുന്ന ബാപ്പാനങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കള് വലിച്ച് 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 അവരെ പശുവിനെ കെട്ടുന്ന ആലയുടെ അടുത്തെത്തിയപ്പോ ബാപ്പ കൈകൊണ്ട് ഇങ്ങനെ താളം കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്കൊക്കെ തോന്നി ബാപ്പ എന്തോ മാപ്പപേക്ഷിക്കാൻ വേണ്ടി, പൊരുത്തപ്പെടിക്കാൻ വേണ്ടി നിർത്താന്ന്. എല്ലാവരും നിർത്തി, വലിക്കൽ നിർത്തി. ബാപ്പ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വലിക്കരുത്. എന്താ ബാപ്പ അങ്ങോട്ട് വലിക്കരുത്? അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ബാപ്പയെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി അങ്ങോട്ട് വലിച്ചാല് അത് എനിക്ക് കിട്ടുന്ന പലിശയാകും, അതുണ്ടാകാൻ പാടില്ല. അവരെങ്ങനെയാണോ അവരെ വാപ്പാരോട് പെരുമാറിയത് അതേ പെരുമാറ്റം ഇപ്പുറത്തും പ്രതിഫലിച്ചു. അതുകൊണ്ട് നമ്മളെ വാപ്പാരോടും ഉമ്മാരോടും, അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ ചോദിക്കാനുണ്ടാകും, ഉസ്താദെ ആ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയല്ലോ, ഇനി എന്താ ചെയ്യാ? അതിനാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു ഒരു പോംവഴി പറയുന്നുണ്ട്. അത് ചെറിയൊരു മാർഗമൊന്നല്ല, വലിയ മാർഗമാണ്. ബാപ്പയോടും ഉമ്മയോടും പൊരുത്തക്കേട് കാണിച്ച മക്കളോട് അവരെ പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ബാപ്പയും ഉമ്മയും വേർപിരിഞ്ഞു പോയെങ്കിൽ അവരുടെ പാപങ്ങൾ ഓരോന്നും ഓരോന്നും പൊറുക്കുന്ന വിധത്തിൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട്, നിന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിന്നുകൊണ്ട് അവർക്ക് മാപ്പിന് വേണ്ടി നീ അള്ളാഹുവിനോട് കേഴണം. നിന്റെ അപേക്ഷ എത്ര ഭക്തിസാന്ദ്രമായി, എത്ര ആത്മാർത്ഥമായിട്ട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായോ, നിനക്ക് അല്ലാഹു തആല അവരുമായിട്ടുള്ള വെറുപ്പിന്റെ അവസ്ഥ അല്ലാഹു മാപ്പാക്കി തരും. അതിനനുസരിച്ച് നീ മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം, അവരെ പാപങ്ങൾ, വൈകല്യങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം, നിരന്തരമായി ചോദിക്കണം. ഒരു പ്രാവശ്യം ചോദിച്ച് നിർത്താന്നല്ല, എത്ര പ്രാവശ്യം ചോദിച്ചിട്ടാണ് അല്ലാഹു തആല മാപ്പാക്കി തരല്. ഒരു ചെറിയ വിഷയം അത് പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി 50 ദിവസം തൗബ ചെയ്തിട്ടാണ് കഅബ് മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരു വിഷയം അല്ലാഹു മാപ്പാക്കി കൊടുത്തത്. സ്വന്തത്തിലുണ്ടായ ഒരു വിഷയം, അത് സ്വഹാബിയ. അപ്പൊ നമ്മളുടെ മാപ്പപേക്ഷ 50 ദിവസം പോരാ, 2 മാസവും പോരാ, ഒരുപാട് തവണ ഇസ്തിഗ്ഫാറിൽ നീ അങ്ങ് മുങ്ങിക്കുളിച്ച് നിന്റെ തേട്ടം കാരണം അല്ലാഹു നിന്റെ ഉമ്മയുടെ വൈകല്യങ്ങൾ മാപ്പാക്കി കൊടുത്താൽ ആ ഉമ്മയുമായി നിനക്ക് ഉണ്ടായിത്തീർന്ന അസ്വാരസ്യങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. ബാപ്പയുമായി ഉണ്ടായിത്തീർന്ന അസ്വാരസ്യങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. അതാണ് അതിനുള്ളൊരു മാർഗം. എന്നാലും വേണ്ടിയില്ല നമ്മുടെ മക്കൾ നന്നായി കിട്ടണം.